നമ്മളുടെ മീനാക്ഷി. എവിടെയാണ് വീട്? മാനന്തവാടി, വയനാട് അല്ലേ? എന്തൊക്കെ ബുദ്ധിമുട്ടായിട്ടായിരുന്നു വന്നത്? ഫസ്റ്റിലെ മൂക്കൽ ദശയായിരുന്നു. മൂക്കൽ ദശ ഞങ്ങള് കുറച്ചു കാലം കൊണ്ടൊന്ന് കുറഞ്ഞു. പക്ഷെ അതിനുശേഷം ഈ അലർജി എപ്പോഴും IG ടെസ്റ്റ് ചെയ്തതിനു ശേഷം 1450 ഉണ്ടായിരുന്നത് അളവ്. അത് പിന്നെ ഞങ്ങള് ഹോമിയോയിൽ കാണിച്ചിട്ട് 1000 വരെ, അതിലേക്ക് കുറയുന്നില്ല. അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തെ അറിഞ്ഞത്. മാനന്തവാടി നമ്മുടെ തൃശ്ശേരിയുള്ള ഒരു ഇവിടെ ചികിത്സിച്ച ഒരാള്, ഒരു സ്ത്രീയാണ്, ഒരു അംഗൻവാടി ടീച്ചറോ എന്തോ ആണ്. അപ്പൊ അവരോട് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് അടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ മോളെ, മെഡിക്കൽ കോളേജിലും അല്ലേ? മെഡിക്കൽ കോളേജിൽ റിട്ടയർഡ് ആയ ഒരു പ്രൊഫസറെ കാണിച്ചു. പക്ഷെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ അന്ന് മുതൽ കുട്ടി എവിടെയും പോകാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ ആയിരുന്നു. IG 1000 മുകളിൽ നിന്നാണ്. കൃത്യമായിട്ടുള്ള ഒരു ലെവല് പോലും ലാബിൽ നിന്ന് പറയാൻ പറ്റുന്നില്ല, അത്രമാത്രം കൂടുതലായിരുന്നു അല്ലേ? മൂക്കടപ്പ്, തുമ്മൽ, ചൊറിച്ചിൽ, എല്ലാ വിധത്തിലുള്ള അലർജി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം സമാധാനമായി. നമ്മളിപ്പോൾ ഒരു മാസം കഴിഞ്ഞ 22-ാം തീയതിയാണ് കാണിച്ചത്. അതിനുശേഷം ഇവിടെ വന്ന് ഇപ്പൊ ഇന്നാണ് ഒരു മാസമായി. ഓക്കെ. ഇതുവരെയും വേറൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയിട്ടില്ല. അലർജി ടെസ്റ്റിന്റെ കൃത്യത എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ അക്യുറസി റെഡിയാണ്. ഞങ്ങൾ നോക്കിയിട്ട് ആ ഭക്ഷണങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി. പക്ഷെ എന്നാലും ഞങ്ങൾ ഈ പുറത്തു പോകുമ്പോൾ മാത്രമുള്ള എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ മാത്രമുള്ള ഒരു 100% ഒന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ അരി, ഗോതമ്പൊക്കെ അലർജി ഉള്ളവർ എന്ത് ചെയ്യും? എന്തെങ്കിലും കഴിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നോക്കാൻ പറ്റില്ല. ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ വലിയ പ്രശ്നമില്ല. ഞങ്ങൾ വന്നത് ഡോക്ടർ ഈ ടൈമിലൊക്കെ ഉണ്ടാകുക. ഓക്കെ, ശരി. ടെസ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ 2 ഇഞ്ചക്ഷൻ എടുത്തിരുന്നു അല്ലേ? ബാക്കി മരുന്നുകൾ എടുത്തിരുന്നു. അതിൽ തന്നെ എത്ര ശതമാനത്തോളം കുറവുണ്ട്? അതിൽ കുറവുണ്ട്, ഒരുപാട് കുറവുണ്ട്. പിന്നെ അങ്ങനെ വന്നിട്ടില്ല അല്ലേ? നേരത്തെ ഒരു മാസം തന്നെ എത്ര തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമായിരുന്നു? അന്ന് ഞങ്ങൾ ദിവസം 2 പ്രാവശ്യമൊക്കെ കൊണ്ടുപോയ ദിവസങ്ങളുണ്ട്. ഒരു ദിവസം തന്നെ 2 പ്രാവശ്യം? നമുക്ക് ചെറിയൊരു അലർജിന്റെ ഗുളിക അത് കഴിക്കും, മാറില്ല. രാവിലെ വരെ ഒന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉറക്കത്തിലങ്ങായി. അതാണ് ഈ അലർജിയുടെ ഒരു പ്രത്യേകത. നമ്മൾ തൽക്കാലം സിട്രസിനോ അവിലോ പോലുള്ള ഗുളിക എന്തെങ്കിലും കഴിക്കും. ആയുർവേദത്തിലാണെങ്കിൽ അതിൻ്റെ കഷായം, ഹോമിയോ ആണെങ്കിൽ അതിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ മാത്രം ആശ്വാസം ഉണ്ടാവും. ഇത് പിന്നെയും തിരിച്ചു വരും. ഇത് പൂർണ്ണമായിട്ടും മാറ്റണമെങ്കിൽ അലർജിയെ നമ്മൾ ഡീസെൻസിറ്റൈസ് ചെയ്ത് മാറ്റണം. എന്തായാലും ഒത്തിരി സന്തോഷം. സാറിൻ്റെ നമ്പറും കൂടി ഒന്ന് പറയാമോ? 94 ഓക്കെ. എന്താ ചെയ്യുന്നേ? ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ് വന്നതാണല്ലോ. ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ മോളെ, താങ്ക് യു. ഓക്കെ.